കാട്ടിൽ തെക്കേതിൽ ജലരാജാവ്. അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി കിരീടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടന്. കനികിരീടം നേടിയ മഹാദേവികാടിലൂടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ ഹാട്രിക് കരസ്ഥമാക്കി. നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് വാനോളം ആവേശം നൽകിയാണ് 68ാമത് നെഹ്റു ട്രോഫി ജലമേള കൊടിയിറങ്ങിയത്. രാവിലെ ആരംഭിച്ച ചെറുവള്ളങ്ങളുടെ മത്സരം മുതൽ ഒന്നിനൊന്ന് ഓരോ ഹിറ്റ്സും മികവുറ്റത്. നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് കുട്ടനാടൻ ജലമാമാങ്കത്തെ നാട് ഏറ്റെടുത്തത്. ഫൈനലിനായി നടുഭാഗവും വിയപുരവും ചമ്പക്കുളവും മഹാദേവികാട് കാട്ടിൽ തെക്കേതിലും അണിനിരുന്നപ്പോൾ അത്യന്തം ഉദ്യോഗജനകം. ചാട്ടുളി പോലെ പാഞ്ഞെത്തി 4 മിനിറ്റ് 24 സെക്കൻഡിൽ കാട്ടിൽ തെക്കേത് വിജയക്കൊടി നാട്ടിയപ്പോൾ ആകാശം മുട്ടെ ആരവം. അങ്ങനെ നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള വെള്ളിക്കപ്പ് മഹാദേവികാട് കാട്ടിൽ തെക്കേത് ആദ്യമായി നെഞ്ചോട് ചേർത്തു. നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. 68ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഓരോ നിമിഷവും ത്രസിപ്പിക്കുന്നതായിരുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള കാണികളുടെ വലിയ തോതിലുള്ള വരവ് ടൂറിസം രംഗത്തും മേള പുതുചരിത്രം കുറിച്ചു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ശരണ്യ സ്നേഹിജൻ, ന്യൂസ് 18. റമൺ മാഗ്സസെ പുരസ്കാരം നിരസിച്ച് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. നിപ കോവിഡ് പ്രതിരോധത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു പുരസ്കാര ശുപാർശ. പാർട്ടി കൂട്ടായെടുത്ത തീരുമാനമാണെന്നും NGOകളിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും കണ്ടാണ് നിരസിച്ചതെന്നും ശൈലജ പ്രതികരിച്ചു. റമോൺ മഗ്സസയുടെ പേരിലുള്ളതാണ് ഏഷ്യൻ നൊബേൽ എന്ന വിശേഷണമുള്ള വിഖ്യാത പുരസ്കാരം. നിപ കോവിഡ് പ്രതിരോധത്തിന് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകളാണ് കെ ശൈലജയെ പരിഗണിക്കാൻ കാരണം. അവാർഡിന് പരിഗണിക്കുന്ന വിവരവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും നേരത്തെ കെ ശൈലജയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് അവർ CPM കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയത്. പുരസ്കാരം നിഷേധിക്കാനായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ ഉപദേശം. ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ കൂട്ടായിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനം, അത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ ഈ ഇത്തരം NGOs മിക്കവാറും കമ്മ്യൂണിസ്റ്റ് ആശയഗതികളുമായിട്ട് സഹകരിക്കുന്നവരായിരിക്കില്ല. അതുകൊണ്ട് ഞാനത് ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ സ്വീകരിക്കുന്നത് ശരിയല്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അവരോട് നന്ദി പറഞ്ഞുകൊണ്ട്, അവാർഡ് കമ്മിറ്റിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പം അത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പോരാളികളെ കൊന്നൊടുക്കിയ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധ പശ്ചാത്തലമാണ് റമോൺ മഗ്സസയ്ക്ക്. അവാർഡ് നിഷേധത്തിന് ഇതും കാരണമാണ്. ഈ വർഷം പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും 1992 EMS നമ്പൂതിരിപ്പാടും പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചിരുന്നു. മന്ത്രി എന്ന നിലയിൽ ശൈലജയുടെ നേട്ടങ്ങൾ പാർട്ടി ചുമതല നിർവഹിച്ചതിനാണെന്നും വ്യക്തിപരമല്ലെന്നും CPM വിലയിരുത്തുന്നു. Never to an active politician. And thirdly, this award is in the name of Magsaysay, who has the history of brutal oppression of the communists in the Philippines. So for all these factors together, politely she has refused them, saying that since I'll be the first politician to get it. And what is the basis for choosing an active politician has not been explained. അവാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് അവാർഡിന് അർഹയാവുന്ന ആദ്യ പൊതുപ്രവർത്തകയായി കെ ശൈലജ മാറിയേനെ. മുൻ ആരോഗ്യമന്ത്രിക്ക് ലഭിക്കുന്ന പുരസ്കാരം നാടിനു കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രമുഖ വ്യവസായിയും ടാറ്റ സൺസ് മുൻ ചെയർമാനുമായ സൈറസ് മിസ്ത്രി ടാറ്റ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ ചെയർമാനായിരുന്നു. ടാറ്റ സൺസിന്റെ 6ാമത് ചെയർമാനായിരുന്ന മിസ്ത്രിയെ 2016 ഒക്ടോബറിൽ അസാധാരണ നീക്കത്തിലൂടെയാണ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. നാനോ കാർ നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രത്തൻ ടാറ്റയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മിസ്ത്രിയുടെ പുറത്താക്കലിലേക്ക് നയിച്ചത്.
ടാറ്റയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി 2012 സൈറസ് മിസ്ത്രി എത്തുന്നത്. ചെയർമാൻ സ്ഥാനത്ത് നീക്കിയ നടപടിയെ സൈറസ് നിയമപരമായി നേരിട്ടു. നിയമയുദ്ധത്തിനൊടുവിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായി പുനർനിയമനം നൽകാൻ കമ്പനി നിയമ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. പിന്നാലെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായി ബോംബെ ഹൌസിലേക്ക് മടങ്ങാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് മിസ്ത്രി വ്യക്തമാക്കി. TCS, ജാഗ്വാർ, ലാൻഡ് റോവർ എന്നീ കമ്പനികളുടെ പ്രവർത്തനത്തിൽ ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ലെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുറത്താക്കിയ ശേഷം സൈറസ് മിസ്ത്രി ഉന്നയിച്ചിരുന്നു. 5 വർഷം നീണ്ട നിയമയുദ്ധത്തിലാണ് മിസ്ത്രിക്ക് അനുകൂലമായി കോടതി വിധി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, News 18. തിരുവനന്തപുരം മങ്കയത്ത് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട കുട്ടി മരിച്ചു. ഒഴുക്കിൽപ്പെട്ട യുവതിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. മങ്കയം വാഴത്തോപ്പ് ഭാഗത്ത് ഇന്ന് വൈകിട്ടാണ് സംഭവം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് സംഭവിച്ചത്? മഴ ശക്തമായിരുന്നു ആ പ്രദേശത്ത്? രജിത്ത്, ഇന്നലെ മുതൽ ഈ പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. മലയോര മേഖലയിലാണ് മഴ ഉണ്ടായിരുന്നത്. ഇന്ന് ഏകദേശം 6 മണിയോടുകൂടി മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. ഇതിൽ താഴെ മങ്കയത്ത് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ കുടുംബം. ഇതിലെ 10 നെടുമങ്ങാട് വാഴക്കോട് നിന്ന് സ്ഥലം കാണാനായി വിനോദസഞ്ചാരത്തിന് പോയതാണ് 10 പേരടങ്ങുന്ന കുടുംബം. ഇതിൽ 8 പേർ ഈ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ടു. 2 പേരാണ് മലവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയത്. 6 വയസ്സുള്ള നസ്രിയ എന്ന കുട്ടിയും 30 വയസ്സിന് മുകളിലുള്ള ഷാനിമ എന്ന സ്ത്രീയും. ഇതിൽ നസ്രിയെ അല്പം മുൻപ് കണ്ടെത്തിയെങ്കിലും മരണപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു. ഷാനിമയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി ഉമേഷ്. വയനാട് കേണിച്ചിറയിൽ കനത്ത മഴയിൽ പാലം ഒലിച്ചുപോയി. മീനങ്ങാട് അപ്പാട് ചൂതുപ്പാറ റോഡിൽ മലവെള്ളം കുത്തിയൊഴുകി മാങ്ങോട് എരുമാതരി പാലം ഒഴിച്ചു പോവുകയായിരുന്നു. പ്രദേശവാസികൾ മീനങ്ങാടിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ ആശ്രയിച്ചിരുന്ന അപ്പാട് കോളനിക്ക് സമീപമുള്ള പാലമാണ് പൂർണ്ണമായും തകർന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയാണ്. ഇടവേള. ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുന്നു. വിഴിഞ്ഞം സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. സമരം കേരളം മുഴുവൻ വ്യാപിപ്പിക്കും. ജില്ലാടിസ്ഥാനത്തിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം ബിഷപ്പ് ഹൗസിൽ ചേർന്ന കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ യോഗത്തിലാണ് സമരം കടുപ്പിക്കാൻ തീരുമാനമുണ്ടായത്. കേരളം മുഴുവൻ സമരം വ്യാപിപ്പിക്കും. ഇതിനു മുന്നോടിയായി മൂലമ്പള്ളിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് ബഹുജന മാർച്ച് നടത്തും. ജനപ്രതിനിധികളുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. KRLCCയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഞങ്ങൾ തയ്യാറാകുകയാണ്. ജനസമ്പർക്ക, അതായത് ജനങ്ങളുടെ അധികാരികൾ ജനപ്രതിനിധികളുമായി തുറന്ന ഒരു സംവാദത്തിന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് ഓരോ പ്രദേശങ്ങളിലും ഓരോ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടികൾ അല്ലെങ്കിൽ നേതൃസമ്പർക്ക പരിപാടികൾ നടത്തുന്നതിന് ഈ സമ്മേളനം ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. നാളെ വിഴിഞ്ഞത്ത് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിക്കും. തുടർന്ന് റിലേ ഉപവാസ സമരത്തിലേക്ക് നീങ്ങും. നാളെ ഉപവാസ സമരം അഭ്യുന്നയ പിതാക്കന്മാർ നേതൃത്വം കൊടുക്കുമെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സഭാ പുരോഹിതന്മാരും ബഹുജനങ്ങളും ഈ ഉപവാസം ഏറ്റെടുക്കാൻ, ഒരു റിലേ ഉപവാസം ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC ജീവനക്കാരുടെ ശമ്പളം നൽകുമെന്ന മന്ത്രിയുടെ വാക്ക് പതിവ് പോലെ പാഴ്വാക്കായി. സർക്കാർ 50 കോടി അനുവദിച്ചെങ്കിലും തിങ്കളാഴ്ച മുതലേ ശമ്പള വിതരണം ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ യോഗം നാളെ നടക്കും. സർക്കാർ 50 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ ശമ്പള വിതരണം ഇന്നലെ തന്നെ തുടങ്ങുമെന്നായിരുന്നു ഗതാഗത മന്ത്രി പറഞ്ഞത്. പക്ഷേ ഒന്നും നടന്നില്ല. KSRTC അക്കൗണ്ടിൽ പണമെത്തിയില്ല. ബാങ്കിലേക്ക് പണമടച്ചില്ല. അതിനാൽ ഓവർ ഡ്രാഫ്റ്റും കിട്ടിയില്ല. തിങ്കളാഴ്ച മുതൽ ഭാഗികമായി ശമ്പള വിതരണം നടത്താനാകുമെന്നാണ് കരുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിന് മാത്രം 160 കോടി രൂപ വേണം. ഇതിന് പുറമെയാണ് ഓണം ബോണസും അഡ്വാൻസും കൊടുക്കേണ്ടത്. സർക്കാർ അനുവദിച്ച തുക കൊണ്ട് നേരത്തെ എടുത്ത ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അടച്ചു തീർത്ത് വീണ്ടും 50 കോടി ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓണം ബോണസിന് പണമില്ല. ജീവനക്കാരുടെ ഓണം അഡ്വാൻസിനായി 75 കോടി രൂപയുടെ മറ്റൊരു ഓവർഡ്രാഫ്റ്റ് അപേക്ഷ SBIയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് യൂണിയനുകളും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച. ഇതിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് യൂണിയനുകൾ. അവശ്യ സാധനം വാങ്ങാൻ അനുവദിക്കുന്ന കൂപ്പൺ വേണ്ടെന്നാണ് KSRTC യൂണിയനുകളുടെ നിലപാട്. സർക്കാർ അനുകൂല യൂണിയനുകളും കൂപ്പൺ തള്ളിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
യൂത്ത് ലീഗ് MSF ദേശീയ കമ്മിറ്റികളുടെ പുനഃസംഘടനയിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. പ്രതിഷേധമറിയിച്ച് KPA മജീദ് ലീഗ് ദേശീയ പ്രസിഡന്റിന് കത്തയച്ചു. ET മുഹമ്മദ് ബഷീറും മോഹനലി തങ്ങളും വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ചെന്നൈയിൽ ചേർന്ന മുസ്ലിം ലീഗ് ദേശീയ സമിതി യോഗം യൂത്ത് ലീഗ് MSF ഭാരവാഹികളെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചുവെന്നാണ് പാർട്ടിയിൽ ഉയരുന്ന വിമർശനം. 1 കോടി 8 ലക്ഷം രൂപയുടെ കത്തവ ഫണ്ട് ക്രമക്കേട് ആരോപണം നിലനിൽക്കെ നിലവിലെ കമ്മിറ്റിയെ അറിയിക്കാതെ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതിൽ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്നലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് പ്രതിഷേധം അറിയിച്ചു. സംഘടനയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പുറത്താക്കിയ യൂത്ത് ലീഗ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈറിനെ ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയാക്കിയതിനെതിരെയും കടുത്ത പ്രതിഷേധമുയരുന്നുണ്ട്. MSF ദേശീയ വൈസ് പ്രസിഡന്റായി നാദാപുരത്തെ യുവ വ്യവസായി ഖാസിം മെനോളിയെ നിയമിച്ചതും വിവാദത്തിലാണ്. പ്രമുഖ യൂത്ത് ലീഗ് നേതാവുമായി അടുത്ത ബന്ധമുള്ളതല്ലാതെ മറ്റ് സംഘടനാ യോഗ്യതകളൊന്നുമില്ലാത്തയാളാണ് ഈ വ്യവസായി എന്നാണ് ആക്ഷേപം. ഏറെ പ്രവർത്തന പരിചയമുള്ളവർ MSF സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഭാരവാഹിത്വം ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ തീരുമാനം. ഖാസിം മെനോളിയുടേത് പേയ്മെന്റ് സ്ഥാനമാണെന്നാണ് വിമർശനം. യൂത്ത് ലീഗ് MSF ദേശീയ കമ്മിറ്റികളിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് കൂടുതൽ സ്വാധീനമുണ്ടാക്കാനാണ് അടുപ്പമുള്ളവർക്ക് വഴിവിട്ട് നേതൃസ്ഥാനം നൽകിയതെന്നാണ് ആക്ഷേപം. പാർട്ടി കൂടുതൽ ഭരണഘടനാപരമായും ജനാധിപത്യപരമായും പ്രവർത്തിക്കുമെന്ന് പുതിയ മാർഗരേഖ തയ്യാറാക്കിയിരിക്കെയാണ് ഏകപക്ഷീയമായ പുതിയ തീരുമാനങ്ങളെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നലെ ദേശീയ സമിതി യോഗത്തിൽ MK മുനീർ, KPA മജീദ് തുടങ്ങിയവർ പങ്കെടുത്തില്ല. യോഗത്തിന് ശേഷം പുറത്തുവന്ന ET മുഹമ്മദ് ബഷീർ അപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരോട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. രാജ്യത്ത് സർവ്വതിനും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. രാജ്യത്ത് BJP വെറുപ്പും ശത്രുതയും വളർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഡൽഹിയിൽ വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസിന്റെ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് രാഹുലിന്റെ പരാമർശം. അതേസമയം ബഹുജന റാലിയിൽ രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്ന മുദ്രാവാക്യം പ്രവർത്തകർ ഉയർത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ദ ഹിന്ദു ദിനപത്രം സംസ്ഥാന വ്യാപകമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വീടുകളിൽ പൂക്കളമിട്ടായിരുന്നു മത്സരം. ഈ പൂക്കളങ്ങൾ ഇന്നലെയും ഇന്നുമായി വിലയിരുത്തി തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായി പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മറ്റന്നാൾ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com